ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോ 29 ഭാഗം. ഒന്ന് കേട്ടിട്ട് പോ ഭാഗം 29. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9 മുതൽ 29 വരെയുള്ള ഭാഗത്ത് നൊമ്പരപ്പെടുന്ന ഒരു അപ്പനെ നമുക്ക് കാണാം. തൻ്റെ മകനുമായി, തീരാവ്യാധിയുള്ള തൻ്റെ മകനുമായി യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ അവൻ്റെ രോഗം മാറിക്കിട്ടുമെന്നുള്ള പ്രത്യാശയോടെ, ആഗ്രഹത്തോടെ നിൽക്കുന്ന ഒരപ്പനെ നമുക്ക് കാണാം. അപ്പനും അമ്മയെന്നൊക്കെ പറയുന്നത് നമുക്കൊക്കെ, നമ്മുടെയൊക്കെ പുണ്യമാണ് അപ്പനും അമ്മയൊക്കെ. അമ്മയെന്നൊക്കെ പറഞ്ഞാൽ അതിന് എന്തോ പറയേണ്ടത്. അമ്മയോട് കിടക്കാൻ നേരത്ത് അമ്മ എന്നെ ഒരു കൃത്യം 6 മണിയാകുമ്പോൾ ഒന്ന് വിളിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കിടന്നേ അമ്മേ, രാവിലെ 6 മണിയാകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചേക്കണം. അമ്മ 5 മണിക്ക് വിളിക്കും നമ്മളെ. എന്നിട്ട് പറയും, എടാ 7 മണിയായി, 6 മണിക്ക് എന്നെ ഒന്ന് വിളിച്ചേക്കണമെന്ന് പറഞ്ഞു കിടക്കുന്ന മകനോട് 5 മണിക്ക് വിളിച്ചിട്ട് അമ്മ പറയും, മോനെ മണി 7ആയി, എഴുന്നേക്ക്. അമ്മ. അച്ഛനോ? അപ്പനെന്ന് പറഞ്ഞ മിക്കവാറും എല്ലാവർക്കും വെറുതെ ചൂടാകുന്ന വരുന്നു. അപ്പൻ എപ്പോഴും അങ്ങ് ചൂടാ, കാര്യത്തിനും കാരണമില്ലാത്തതിനും ഒക്കെ അങ്ങ് വഴക്ക് പറയും, എപ്പോഴും അങ്ങ് ദേഷ്യപ്പെടുക. അപ്പം കാരണം എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ അപ്പൻ. മിക്കവാറും അമ്മയോടാ അപ്പൻ്റെ വഴക്ക് കൂടുതലും. അമ്മ നിങ്ങൾ കവലയ്ക്കോട്ട് പോവുകയാണെങ്കിൽ പോയിട്ടൊരുമിച്ചിട്ട് പച്ചക്കറിയോ ഇച്ചിരി മീനോ അല്ലെങ്കിൽ ഇച്ചിരി മുളകൊക്കെ മേടിച്ചുകൊണ്ട് പോരണമെന്നൊന്ന് അമ്മ പറഞ്ഞാൽ അപ്പൻ അവിടെ കിടന്ന് ചൂടാകുന്ന കേൾക്കാം. അടി ഇന്നലെ അല്ലേടി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്, മിനിഞ്ഞാന്ന് മേടിച്ചുകൊണ്ട് വന്ന മുളകും തീർന്നോടി, ഇന്നലെ ഞാൻ തന്ന 200 രൂപ അതും തീർന്നോടി, ഞാൻ എന്തൊക്കെ കൊണ്ടുവരുന്നത് മാത്രം അറിയാം, ചിലവാക്കുന്നൊന്നും എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ചൂടായി. അമ്മയെ 2 വഴക്കും പറഞ്ഞ് ആവശ്യമെങ്കിൽ 2 തെറിയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന അപ്പൻ തിരിച്ചു വരുന്നത് ഒരു പ്ലാസ്റ്റിക് കൂടുമായിരിക്കും. എന്തോ മാന്ത്രിക വിദ്യയാണെന്നറിയത്തില്ല അപ്പൻ. അതൊക്കെ ഒരു പുണ്യമാണോ? പുണ്യമാണ് അപ്പൻ. നല്ലൊരു അപ്പൻ എന്നൊക്കെ എന്ന് പറയുന്നത് ഒരു പുണ്യം തന്നെയാണ്. ഇതാ മകൻ്റെ രോഗമറിഞ്ഞ് മകനെയും കൊണ്ട്, ഊമയായ ആ മകനെയും കൊണ്ട്, ഈ ചുഴലിതീരം ബാധിച്ച മകനെയും കൊണ്ട് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഒരപ്പൻ വരിക. തൻ്റെ മകൻ എങ്ങനെയെങ്കിലും രോഗം മാറിക്കിട്ടണം. സഹിക്കാനാവുന്നില്ല, തൻ്റെ മുമ്പിൽ മകൻ കിടന്ന് വായിൽ നിന്ന് നുരയും പതയും. ഏതപ്പനാടോ സഹിക്കുന്നത്? നമ്മുടെയൊക്കെ മക്കളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ട് അവർ കരയുന്നത് മകനും കണ്ണുനീരിൽ വരുന്നതൊക്കെ നമ്മുടെ കണ്ണിൽ നിന്നും ആയിരിക്കത്തില്ലേ? ദുഃഖം. അങ്ങനെ ഒരു മകനെയും കൊണ്ടൊരപ്പൻ നൊമ്പരത്തോടെ വന്ന് നിൽക്കുക. ശിഷ്യന്മാർ ആദ്യമൊക്കെ പഠിച്ച പണി 18 നോക്കി. രോഗം മാറുന്നില്ല, ഈ ബാധ മാറുന്നില്ല. ചുഴലി ബാധയെന്നാണ് പറയുന്നത്, മാറുന്നില്ല. ഉടൻ തന്നെ യേശുക്രിസ്തു ഇത് കണ്ടിട്ട് ചോദിച്ചു, എന്താ അവിടെ ആൾക്കൂട്ടം? ഈ പിതാവ് അടുത്ത് വന്നു പറഞ്ഞു, എൻ്റെ മകന് ഇതുപോലെ ഒരു അസുഖമാണ്, അവൻ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു, ആരോ തള്ളിക്കൊണ്ടു പോകുന്നത് പോലെ, അവൻ്റെ വായിൽ നിന്ന് നൂരയും പതയും വരുന്നു, അവൻ തീയിലേക്ക് ചാടണമെന്ന് ആഗ്രഹിക്കുന്നു, വെള്ളത്തിലേക്ക് ചാടണമെന്ന് ആഗ്രഹിക്കുന്നു, രക്ഷിക്കണം, സഹായിക്കണം. ഇവിടെ ഒരു വാക്ക് അപ്പം പറയുന്നുണ്ട്. ഒരു ഗ്രാമവാസിയുടെ, ശരിക്കും ഒരു ഗ്രാമത്തിലെ സാധാരണക്കാരനെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ പറയുക, യേശുവേ, നിനക്ക് സാധിക്കുമെങ്കിൽ, നിന്നെ കൊണ്ടാകുമെങ്കിൽ ഞങ്ങളെ സഹായിക്കണം. പ്രപഞ്ച സൃഷ്ടാവ്, ഉളവാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഉളവാകുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വത്തിലെ ഏകത്വം, ആ ദേവപുത്രനോടാ ചോദിക്കുന്നത്, നിന്നെ കൊണ്ടാകുമെങ്കിൽ. ഈ നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തൊങ്ങലിലൊന്ന് തൊട്ടൊരു സ്ത്രീ സൗഖ്യമായി. കടലിനടിയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ ബ്രഹ്മപ്പണമുണ്ടെന്ന് കണ്ടറിഞ്ഞ ക്രിസ്തുവാ അദ്ദേഹത്തോടാ പറയുന്നത്, നിന്നെ കൊണ്ടാകുമെങ്കിൽ. കുളത്തിൻ്റെ കരയിൽ ആരെങ്കിലും എന്നെ എടുത്ത് വെള്ളത്തിലോട്ടൊന്ന് ഇട്ടെങ്കിൽ ആ കുളം ദൂതന്മാർ വന്ന് കലക്കുമ്പോൾ എനിക്ക് രക്ഷപ്പെടാം എന്ന് ധരിച്ചിരുന്ന ഒരു ഒരു ഭിക്ഷക്കാരനായിരുന്ന ഒരു പക്ഷപാത രോഗിയെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ് നടത്തിച്ച ക്രിസ്തുവിനോട് ഒരു സാധാരണ അപ്പൻ ചോദിക്കുക,
നിന്നെ കൊണ്ടാകുമെങ്കിൽ. ആ ഭാഗം എന്ന് വായിച്ചാൽ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. നിഷ്കളങ്കതയുടെ പര്യായം. നിന്നെ കൊണ്ടാകുമെങ്കിൽ. ഒരു വാക്ക് ഉളവാകട്ടെ എന്ന് പറഞ്ഞാൽ ഉളവാകാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവപുത്രനോട് പറയാം, നിന്നെ കൊണ്ടാകുമെങ്കിൽ. യേശുക്രിസ്തുവിന് മറുപടി പറഞ്ഞു, വിശ്വസിച്ചാൽ അത് സംഭവിക്കും. അപ്പം പറഞ്ഞ മറുപടി ചില ലോജിക്കുകൾ തത്വശാസ്ത്രജ്ഞന്മാർക്ക്, എന്നെ വീഡിയോ കാണുന്ന എല്ലാവരും പഠിച്ചവർക്കൊന്നും പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. മറുപടി പറഞ്ഞതിങ്ങനെ, എൻ്റെ അവിശ്വാസം എന്നെ സഹായിക്കണമേ, എൻ്റെ അവിശ്വാസം കൊണ്ട്, എൻ്റെ അവിശ്വാസം മൂലം, എൻ്റെ ഈ അവിശ്വാസം അത് ഓർത്ത് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം മാത്രം, എൻ്റെ മകൻ്റെ രോഗം മാറണം. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ കെഞ്ചുന്ന ഒരപ്പൻ, ഒരു സാധാരണ അപ്പൻ. നിങ്ങൾക്കോ എനിക്കോ ഒക്കെ ഇതുപോലെ മക്കൾക്ക് ഒരു തീരാവ്യാധി ഒന്ന് വരട്ടെ, ആശുപത്രിയുടെ വരാന്തയിൽ അപ്പൻ കാത്തു നിന്നിട്ടുണ്ടോ? മകൻ മുറിയിലെ ആ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പം അങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരപ്പൻ്റെ നൊമ്പരം അറിയണമെങ്കിലുണ്ടല്ലോ അങ്ങനെയൊക്കെ സാഹചര്യം. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്, ഞാനും ഭാഗ്യവാനാണ്. ഇതുപോലെയുള്ളൊക്കെ സന്ദർഭങ്ങൾ, തീരാവ്യാധികളൊക്കെ മക്കൾക്കൊക്കെ വരുമ്പോഴാണ് ഒരപ്പൻ്റെ നൊമ്പരം അറിയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് മാറ്റിയെടുക്കാൻ സർവശക്തനായ യേശുക്രിസ്തുവിന് കഴിയുമെന്നതിനുള്ള ഒരു ഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള ഭാഗത്ത് വിളിച്ചു. ആ കുഞ്ഞിൻ്റെ ബാധ ക്രിസ്തു മാറ്റി, അവൻ്റെ രോഗം അവനിൽ നിന്ന് വിമുക്തമാക്കി. കാരണം അവനിൽ അസാധ്യമായത് ഒന്നില്ല. വിശേഷിച്ച് ദുഃഖിതരുടെ മുൻപിൽ അവൻ എപ്പോഴും പതറിയിട്ടേ ഉള്ളൂ. കണ്ണുനീർ വാർക്കുമ്പം അഭിഷിക്തൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. സാധാരണക്കാരൻ അവൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവേ ദാവീദ് പുത്ര എന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര എന്നെ വീഡിയോ കാണുന്ന നിങ്ങൾക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ആരെങ്കിലും യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇവൻ്റെ രോഗം മാറിക്കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പം യേശുക്രിസ്തുവിനോട് ഈ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ട് ഇവൻ്റെ രോഗം മാറിയില്ല, അതെന്താ കാരണം? അപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം അവൻ്റെ മറുപടിയായിരുന്നു. ഹലോ, ഒന്ന് കേട്ടിട്ട് പോ, ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ, ഭോപ്പാൽ.